അമേരിക്കയിൽ വെച്ച് നടന്ന വേൾഡ് പോലീസ് ആൻഡ് ഫയർ നീന്തൽ മത്സരങ്ങളിൽ ഭാരതത്തിനു വേണ്ടി 3 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 8 മെഡലുകൾ നേടിയ മരിയ ജെ പടയാട്ടിയെ പറവൂർ ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് സംഘടന തുയിത്തറയിലെ വസതിയിലെത്തി ആദരിച്ചു. അനുമോദന സമ്മേളനം പ്രസിഡന്റ് ഡോക്ടർ മനു പി വിശ്വം ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാര സമർപ്പണം നടത്തുകയും ചെയ്തു. നമുക്ക് പ്രതീക്ഷ മുഴുവൻ പറയാൻ പറ്റില്ല, ഒരു ഇന്റർനാഷണൽ ചാമ്പ്യൻ ആവും എന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രെയിനിങ്ങിന് പോയിട്ട് ഈ കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു. അപ്പൊ എന്നാലും കുഴപ്പമില്ല, അവിടെ പോട്ടെ. അങ്ങനെ പോയി ഓരോ രാത്രികളും ഒരു അടുത്ത റിലേ. പക്ഷെ ചെന്ന് തന്നെ നമ്മൾ അവിടെ ഒരു പടക്കം പൊട്ടിച്ച പോലെ ആയിപ്പോയി. 2 മൈൽ അല്ലേ, 2 മൈലില് ഓപ്പണില് ആദ്യത്തെ ഇവന്റിൽ തന്നെ ഗോൾഡ് അടിച്ചു വന്നു. അപ്പൊ നമ്മളിത് മത്സരം തുടങ്ങാൻ പോകണല്ലോ, അതിനു മുമ്പ് തന്നെ ഗോൾഡ് കിട്ടിയാന്നുള്ളൊരു ഇതായിരുന്നു. അപ്പൊ പറഞ്ഞു, അപ്പൊ പടയാട്ടിക്ക് അത് സംശയമാണ്. പടയാട്ടി എന്നെ വിളിച്ച് പറയുമ്പോ കിട്ടിയിട്ടുണ്ട്, അതറിയാം, കിട്ടിയിട്ടുണ്ട്. അവസാനം മെഡൽ അടിച്ചു വന്നപ്പോഴാണ് ഇത് തുടക്കം മുതലുള്ളതാണ് മനസ്സിലായത്. അതിനുശേഷം ഓരോ രാത്രികളിലും നമ്മൾ ഈ മെഡലുകൾ വരുന്നതും അതിന്റെ ആ ഒരു സന്തോഷം പടയാട്ടി അതാത് സമയങ്ങളിൽ വിളിച്ചറിയിക്കും. ഞാനത് എൻ്റെ കുടുംബത്തെയും അറിയിക്കുമായിരുന്നു. ഇവരെല്ലാം കാണിച്ചു കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് കൊണ്ട പടവും അവിടെ നിന്നിട്ട് നീന്തൽക്കുളത്തിന്റെ അടുത്തൊക്കെ നിൽക്കുന്നതും പിന്നെ 2-3 വിദേശ വനിതകളുടെ നടുക്ക് നിന്നുള്ള പടങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ പങ്കുവെക്കുമായിരുന്നു. റിട്ടയേർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ അനിത അതുപോലെ 2 ചേച്ചിമാരെല്ലാവരെയാണ്. കാരണം ആ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഏറ്റവും മികച്ച നിലയിലേക്ക് നമ്മുടെ പെർഫോമൻസിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ ജി ജയൻ എന്നിവർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പറഞ്ഞ പോലെ ഇത്രയും ഒരു സപ്പോർട്ടിന്റെ ബലത്തിൽ മാത്രമാണ് ഈ കുട്ടിക്ക് അതൊരു മെഡൽ കരസ്ഥമാക്കാൻ. ഈ പറഞ്ഞ മാതിരി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നമ്മുടെ ഇന്ത്യയൊക്കെ ഫൈനലിൽ കളിച്ചിട്ട് അവസാനം തോറ്റു പോരുന്ന ഒരവസ്ഥ അല്ലെ. ആ ഫൈനലിൽ എന്ത് നടക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അതിന്റെ ആ ഒരു നിമിഷത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അത് വിജയത്തിലേക്ക് വരുന്നതും അത് മെഡലായി മാറും. പക്ഷെ നമ്മൾ ഏത് പരാജയവും രാജേഷ് പറഞ്ഞ മാതിരി വിജയത്തിന്റെ മുന്നോടിയാണ്. അതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചത് ആ ഒരു നിമിഷത്തിൽ ഉള്ള പരാജയം മാത്രമാണ്. പക്ഷെ വിജയത്തിനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അല്ലെങ്കിൽ വീണ്ടും വരാനിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു അഭിമാന മുഹൂർത്തം നമുക്കിനി കിട്ടാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. മുൻ പറവൂർ AEO CS ജയദേവൻ സ്പോർട്സിന്റെ ഒരു ടാലന്റ് കൂടി വെച്ചിട്ടാണ് പോലീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടന്നതും കിട്ടിയതും ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും ഏകദേശം അതേ ഒരു സ്ട്രീമിൽ തന്നെയാണ്. അവർക്ക് അതിന് പ്രത്യേക കോച്ചുകളും അവിടെ ഉള്ളതുകൊണ്ട് ഫ്യൂച്ചർ ബ്രൈറ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഈ 3 പേരും ഇതേ ലെവലിൽ ഭയങ്കര ഹയസ്റ്റ് ലെവലിൽ എത്തണം എന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അവർ 2 പേരും ഒന്ന് മാറി പിടിച്ചു. കുഴപ്പമില്ല, എന്തായാലും ഈ കുടുംബത്തിന്റെ സന്തോഷത്തിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചെയ്യുന്നു. ഇവരെ ആദരിക്കാൻ തീരുമാനിച്ച റിട്ടയേർഡ് സബ് കളക്ടർ പി രാജൻ, വിവിധ യൂണിറ്റ് പ്രതിനിധികളായ ഷൈജ ടീച്ചർ, സുലൈഖ അനീഷ്, നഗരസഭാ കൗൺസിലർ ലിജി ലൈഘോഷ്, വാർഡ് മെമ്പർ MK രാജേഷ്. ദൈവാനുഗ്രഹം നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിൽ, നമുക്ക് നാടിനും അഭിമാനിക്കാവുന്ന രീതിയിൽ നമുക്കൊരു വലിയ അംഗീകാരം 3 ഗോൾഡും 3 വെള്ളിയും 2 വെങ്കലവും നേടി നമ്മുടെ രാജ്യത്തിന് അഭിമാനമായ രീതിയിൽ, പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ എനിക്ക് ഇങ്ങനെ ഈ വാർഡിൽ നിന്നൊരാൾ എനിക്ക് കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷമാണ്. എന്തായാലും നമുക്കൊക്കെ അഭിമാനകരമായ മരിയ ജെ പടയാട്ടിയെ അടുത്ത ഞായറാഴ്ച ഈ നാടിൻ്റെ ഒരു പൗരാവലിയുടെ വലിയൊരു സ്വീകരണം ഇവിടെ നിന്ന് ഘോഷയാത്രയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അനുഗ്രഹം ഓടിക്കൂടിയുടെ പിതാവ് ജോസഫ് പടയാട്ടി, KG അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ക്യാപ്റ്റൻ MK ശശി മത്സരത്തെക്കുറിച്ച് വിശദീകരിച്ചു. അമേരിക്കയിൽ അലബാമയിൽ നടന്ന വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിൽ BHM 2025 പങ്കെടുത്ത് 3 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവും ഭാരതത്തിനായി കരസ്ഥമാക്കി. നമ്മുടെ അഭിമാനമായ മരിയയ്ക്ക് അഭിനന്ദനങ്ങൾ. മരിയയുടെ സഹോദരിമാരായ ജൂലിയും ലിയയും നീന്തൽ താരങ്ങളാണ്. ആദരവിന് മരിയ നന്ദി അറിയിച്ചു. ജീവൻ രക്ഷിക്കണം, വെള്ളത്തിൽ വീണ് മരിച്ചു വരുന്നത് പറ്റുവാണെങ്കിൽ അരികിൽ കൂടെ പൊക്കിക്കൊണ്ട് വരണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് അപ്പം ഞങ്ങളെ 3 പേരെ നീന്തലിലേക്ക് ചേർത്തത്. അപ്പോൾ അവിടെ നിന്ന് ആറങ്കാവ് കുളത്തിൽ നിന്ന് പുഴയിലേക്ക് മാറി, അത് കഴിഞ്ഞ് പുഴയിൽ നിന്ന് സ്വിമ്മിംഗ് പൂളായി, അവിടെ നിന്നും ഇങ്ങനെ കായൽ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി നീന്തി ഏകദേശം ഇവിടെയൊക്കെ വരെ എത്തി.
അതിന് ഒരാളല്ല, കുറേ പേര് സഹായിച്ചിട്ടുണ്ട്. ഒരു കോച്ചല്ല, എനിക്ക് ഒരു 6-7 കോച്ചസ് ഉണ്ട് നിലവിൽ, ചെറുപ്പം തൊട്ട് ഇന്ന് വരെ ചെയ്തിരിക്കുന്നവർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കണം ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിയത്. കാരണം ഞാൻ നീന്തൽ തൊട്ടത് തൊട്ട് H4H എല്ലാ മെഡൽ കിട്ടുമ്പോഴും എല്ലാ കാര്യത്തിലും അനുമോദിക്കുകയും ട്രോഫി വരെയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.